മാസ്റ്റർ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചേക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ പല കാര്യങ്ങളും ചെയ്യണം എന്ന് തോന്നും, പക്ഷെ അത് അവനെ കൊണ്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് തോന്നും, പക്ഷെ അത് നമുക്കത് വികാരങ്ങളിൽ ഇതിനകത്ത് ചെയ്തു പോകും നമ്മൾ. ഇത് എങ്ങനെ നമുക്ക് ബോധശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് തന്നെ ഒന്ന് വിശദീകരിക്കാം? ശ്രീനിവാസ, അത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും, അതായത് കോപിക്കരുത് എന്ന് വിചാരിച്ചാൽ കോപിച്ചു പോകും. ഒരു നന്മ ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് നന്മ ചെയ്യണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ മനഃശാസ്ത്രം പറയുന്നത് മനസ്സിന് 3 തലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കോൺഷ്യസ് തലം, അതായത് ബോധതലം. മനസ്സിന് ബോധമുണ്ട്, തിരിച്ചറിവുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ കോൺഷ്യസ് തലം അഥവാ ബോധതലം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് ഉപബോധതലം, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. മൂന്നാമത്തത് അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധതലം. അങ്ങനെ 3 തലങ്ങൾ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ എന്നർത്ഥം, പ്രകാശമുള്ളൂ. ബോധതലത്തിലാണ് പ്രകാശമുള്ളത്. ഈ ചോദ്യം തന്നെ വന്നത് ബോധതലത്തിൽ നിന്നാണ്. അതാണ്, അതായത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചെയ്തു പോകുന്നു. ഇപ്പം നമുക്കറിയാം, ഒരുപാട് കുറ്റകൃത്യങ്ങൾ, വലിയ വലിയ ആളുകൾ, സമൂഹത്തിൽ അറിയപ്പെടുന്നവർ, ബുദ്ധിയുള്ളവർ, പ്രതിഭകൾ, അങ്ങനെ ഒരുപാട് സമൂഹത്തിലെ വലിയ വലിയ ആളുകൾ, വിദ്യാസമ്പന്നർ, ഇവരൊക്കെ ചില കുറ്റകൃത്യങ്ങളിൽ പോയി പെട്ട് കാണുമ്പോൾ നമ്മൾ വാവിളിച്ചു പോകും, നമ്മൾ അത്ഭുതപ്പെട്ടു. ഇവർക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ ക്രൂരമായി, അല്ലെങ്കിൽ ഭാര്യയോട് ക്രൂരമായി പെരുമാറുക, നിസ്സാര കാര്യം, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അവരൊക്കെ നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അവർക്ക് എന്താ പറ്റുന്നത്? അതാണ് ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ടത്. അപ്പോൾ ബോധതലത്തിൽ, കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അറിയാം ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല, അല്ല ഇത് ശരിയാണ്, ചെയ്യേണ്ടതാണ്, നമ്മളോട് ചെയ്തേ പറ്റുന്ന കാര്യമാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിലാകുന്ന ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരൊക്കെ ഒരുതരം പശ്ചാത്താപത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് കാണാം. അവർ പലപ്പോഴും പറഞ്ഞത് പറ്റിപ്പോയി, ചെയ്തു പോയി, ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല, അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ കൺട്രോൾ വിട്ടുപോയി, ഞാൻ ചെയ്തു പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത് 99% കുറ്റവാളികളൊന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്തു പോകുന്നൊരവസ്ഥ. ഇപ്പം ചെയ്തു പോകുന്നൊരവസ്ഥ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആരോ നമ്മളെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലെ ഒരു അനുഭവം. പക്ഷെ അവിടെ ആരുമില്ല, നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ ആരോ നമ്മളെ കൊണ്ട് എന്തോ ചെയ്യിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ആഭിചാരങ്ങൾ, ഈ കൂടോത്രങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അതിനൊക്കെ പ്രസക്തി വന്നത്. നമ്മളെ കൊണ്ട് ആരോ ചെയ്യിക്കുന്ന, ഒരു ഈവിൾ ശക്തി ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ശക്തി ചെയ്യിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നൽ വരും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, അതൊക്കെ നമ്മുടെ വെറും തോന്നലുകളാണ്. നമ്മളെ ആരും നിയന്ത്രിക്കുന്നില്ല, നമ്മുടെ പിന്നിൽ ആരുമില്ല, അതായത് നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ബോധശാസ്ത്രത്തിൻ്റെ ഒരു വലിയ കണ്ടെത്തലാണ്, പുറത്തു നിന്നൊരാളും നമ്മളെ നിയന്ത്രിക്കുന്നില്ല, എന്നാൽ നമുക്ക് അവർ നിയന്ത്രിക്കുന്ന പോലത്തുള്ള ഒരു അനുഭവം വരികയും ചെയ്യും. ഇതാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഗുണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായിട്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഈ ഉപബോധ തലത്തിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു വെളിച്ചവും ഇല്ല, ഇരുട്ടില്ലാത്തൊരവസ്ഥ, മനസ്സിൻ്റെ ഒരു തലമുണ്ട്. അവിടെ ശരിക്കുള്ള ബോധവും ഇല്ല, എന്നാൽ അബോധമല്ല, പൂർണ്ണ അബോധത്തിലല്ല, അതായത് ഒരു അരണ്ട വെളിച്ചം എന്നൊക്കെയാണ് പറയാം. പിന്നെ ഉള്ളത് തികച്ചും ഇരുട്ട് ഏറിയ ഒരു ഭാഗം, അതായത് അൺകോൺഷ്യസ്, അബോധം. അവിടെ ഒന്നുമില്ല, അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഈ ബോധതലങ്ങൾ സത്യത്തിൽ നമുക്ക് ഈ വരാൻ പാടില്ലാത്തതാണ്. നമുക്കൊരു മനസ്സേ ഉള്ളൂ. ആ മനസ്സ് നമ്മുടെ ജാഗ്രതയിലെ 16 മണിക്കൂർ ഉണർന്നിരുന്ന് കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള
ആ ഒരു ബോധാവസ്ഥ മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളായിരുന്നു. പക്ഷേ നമ്മളുടെ അനുഭവത്തിൽ കാണുന്നത് അതിനെ കവച്ചു വെച്ചുകൊണ്ട് വേറെ ഏതോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രോഗ്രാമുകൾ, വൈകാരികവും ഭൗതികവുമായ പ്രോഗ്രാമുകൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതല്ല. അതൊക്കെ അനേകായിരം ജന്മങ്ങളുടെ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു തലമുറയിൽ വന്ന ആളുകളൊക്കെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ജനറ്റിക് പാറ്റേണിലേക്ക് വരും. അത് കൂട്ടിച്ചേർത്ത് ഓരോരുത്തരുടെ സ്വഭാവം, ഓരോരുത്തരുടെ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ലോകം, അതായത് ജീവജാലങ്ങളുണ്ടായ കാലം തുടങ്ങിയ ജീവജാലങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടിയ തന്ത്രങ്ങൾ, ഇഷ്ടംപോലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ നിലനിന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പരസ്പരം, അതായത് നമ്മുടെ സിസ്റ്റം തന്നെ അതാണല്ലോ, പരസ്പരം കൊന്നു തിന്നുന്ന ഒരു വയലൻസിൻ്റെ ഒരു ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ജീവവസ്തു മറ്റൊരു ജീവവസ്തുവിനോ ആഹാരമായി മാറുന്നൊരു അവസ്ഥ, അതൊരു വല്ലാത്ത മൃഗീയവും നികൃഷ്ടവുമായൊരു വ്യവസ്ഥയാണത്. അതായത് ഒരു ജീവി മറ്റൊരു ജീവിയെ കൊന്നു തന്നെ, അങ്ങനെ പരസ്പരം കൊന്നു തിന്ന് ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാകുക നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരമാണതെന്ന്. അനേകം അമീബ മുതൽ എന്താ പറയുക, ക്രൂരജന്തുക്കൾ മുതൽ ഇതെല്ലാം വന്ന് അവസാനം മനുഷ്യനിലെത്തി നിൽക്കുകയാണ് പരിണാമം. അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ മനുഷ്യൻ ഏറ്റവും ഈ പരിണാമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണെന്നാണെന്നാണ് നമ്മളെ ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പരിണാമ സിദ്ധാന്തം പറയണത് മനുഷ്യൻ അവസാനത്തെ കണ്ണിയായിരിക്കണം. കാര്യം ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്, ബോധമുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അമീബ മുതൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങളുടെയും അവർ ഈ ഭൂമി ഇത് നിലനിൽക്കാൻ അവർ ഉപയോഗിച്ച കൗശലങ്ങൾ, സൂത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമായിട്ട് കിടക്കുകയാണ്. മനസ്സിലായി? അതിൽ നമുക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് ഏതാണ് ഇതിലെടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതേ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനേകായിരം പ്രോഗ്രാമുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ പ്രോഗ്രാമുകളിൽ ബോധമനസ്സ് അതിന് തിരിച്ചറിവുണ്ട്, കാര്യങ്ങളെ കാണാതെ. അതായത് കറുപ്പേതാണ്, വെളുപ്പേതാണ്, നല്ലതേതാണ്, ചീത്തതേതാണ്, പാപമേതാണ്, പുണ്യമേതാണ്, നീതി ഏതാണ്, അനീതി ഏതാണ്, ഇതൊക്കെ അതിന് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഈ നിലനിൽപ്പിൻ്റെ ഒരുപാട് കൗശലങ്ങൾ, ഈ കൗശലങ്ങളിൽ തൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൗശലത്തിൽ ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുക, പ്രയോഗിക്കാൻ പറ്റുക, ആ സാധനം വരുന്നത് അത് ഒരുതരം ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് പോലെ ആ സാധനം ആ ഉപബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് കയറി വരികയാണ്. എപ്പോഴും അല്ല, ആ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അത് കയറി വരിക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് നിയമങ്ങൾ അറിയാം, അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാളൊരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കാണുമ്പോൾ അയാൾക്ക് ഒരു വികാരം വരികയാണ്. അയാൾക്കറിയാം ഈ വികാരം താൻ എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇന്നതാണ്, ഇത്രാം വകുപ്പ് പ്രകാരം ഇതൊക്കെ തനിക്ക് വരും എന്നൊക്കെ അറിയാം. പക്ഷേ എങ്കിലും അയാൾക്കത് നിയന്ത്രിക്കാൻ പറ്റും. കാരണം അയാൾ നോക്കുമ്പോൾ സാഹചര്യം അതിന് അനുകൂലമാണ്, ആരുമില്ല ഇവിടെ. അപ്പോഴാണ് ഇയാൾ ഈ കൗശലം എടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആരുമില്ല എന്നുള്ളത് തിരിച്ചറിയുന്നു. ഒരു മൃഗമാണെങ്കിൽ അതിന് ഒരു വിഷയമില്ല, അത് ഓപ്പണാണ് എല്ലാം ചെയ്യുന്ന കാര്യമില്ല, അതിനാരെയും മറച്ചു പിടിക്കേണ്ട കാര്യമില്ല, അതിനുള്ള ബോധമില്ല. പക്ഷെ മനുഷ്യന് ബോധമുള്ളതുകൊണ്ട് ആ ബോധം ഉപയോഗിച്ച് ഇവൻ കാര്യങ്ങൾ തിരിച്ചറിയും. ഇവിടെ സാഹചര്യങ്ങൾ അനുകൂലമാണ്, ഇവിടെ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ തെളിവുകൾ അവശേഷിക്കില്ല എന്നൊക്കെയുള്ള തോന്നലിലാണ് ഇയാളിത് ചെയ്തു പോകുന്നത്. പക്ഷെ നമുക്കറിയാം എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവിടെ വരും എന്നുള്ളത് യാതൊരു സംശയമില്ല, പിടിക്കപ്പെടും, യാതൊരു സംശയത്തെ. അപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്തു അയാൾ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുമ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ ചെയ്തു പോയതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എന്താ കാരണം അത് ശരിയാണ് അയാൾ പറയുന്നത്, അയാൾ കളവ് പറയുന്നതല്ല. എന്താണ്? അതായത് ഈ ഒരു സാഹചര്യം അവിടെ വന്നപ്പോൾ അതുവരെ അയാൾ നോർമലാണ്, അയാൾക്കൊരു ഉദ്ദേശവുമില്ല, അയാൾക്കൊരു തെറ്റ് ചെയ്യണമെന്നൊരു കുറ്റകൃത്യം കരുതിക്കൂട്ടി അതൊന്നുമില്ല, അയാളൊരു പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയൊന്നും വന്നിട്ടില്ല. ഒരു സാഹചര്യം വന്നപ്പോൾ ആ സാഹചര്യം നെഗറ്റീവാണ്, മോശമായ സാഹചര്യമാണത്. അതിനെ ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം ഒരു കൗശലം, ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ ആക്ടിവിറ്റീനാണ് എവിടെ നിന്ന് ഉപബോധ മനസ്സിൽ നിന്നായിരിക്കാം, അത് അബോധ മനസ്സിൽ നിന്നായിരിക്കാം. അതായത് ഉപബോധ മനസ്സിൽ നിന്ന്
പിന്നെ അതായത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷയിലിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന്. ആ ഒട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഓർത്തുള്ള അത് വന്നിരിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന്. കാര്യം അയാളുടെ ബോധം മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയെ വന്നിട്ടില്ല, അയാളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി പലപ്പോഴും എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് ഉപബോധ മനസ്സിൽ നിന്നാണ് ആ സംഗതി വരുന്നത്. അയാൾക്കൊരു സംശയം ഉണ്ട് അതിനെക്കുറിച്ച്. അത് അവിടെ നിന്നാണോ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നത്. ഇപ്പോൾ ചില ആളുകൾ പിന്നെ ചെറുപ്പക്കാർക്ക് ചില രോഗങ്ങളുണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ എടുത്തു പോവും, കട്ടെടുത്തു പോവും, അത് തന്നെ. അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സംഗതികളാണ് അതൊക്കെ. മനസ്സിലായി, എടുത്തു പോവും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരാളെ എനിക്ക് നേരിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് അങ്ങനെ. പിന്നെ അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര കഷ്ടമാണ്. അവരുടെ ഭർത്താവ് വളരെ വിഷമിച്ചു. കാരണം ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇവരിത് ചെയ്തു പോകും. അപ്പോൾ അതൊക്കെ തികച്ചും അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതിനെന്താ മാർഗം, നമ്മളിതെങ്ങനെ പരിഹരിക്കും, ബോധശാസ്ത്രത്തിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കിത് പരിഹരിക്കാമെന്നാണ് പറയണത്. പക്ഷേ സൈക്കോളജിയും സൈക്കാട്രിയൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവർ ചിലപ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ വല്ല കൗൺസിലിംഗ്, നമുക്കറിയില്ല അവരുടെ മെത്തേഡ് എന്താണെന്ന്. പക്ഷേ ബോധശാസ്ത്രത്തിലൂടെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒരാൾക്കുണ്ടെങ്കിൽ. കാരണം നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുന്നതാണ് ഒരാളെ കൊണ്ട് ആദ്യം അംഗീകരിപ്പിക്കുകയാണ് ഒരു കാര്യം. നീ ശരിയല്ല ആള്, നിനക്ക് നിന്നിൽ ഒരുപാട് പോരായ്മകൾ കിടപ്പുണ്ട്. ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും അബോധ മനസ്സിലുമായിട്ട് ഇതിങ്ങനെ പരന്നു കിടക്കുകയാണ്. അത് ഏതൊക്കെ വരുമെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നീ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, അത് സോൾവ് ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല, അത് എനിക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് അംഗീകരിക്കണം. ശരിയാണ്, അത് പെയിൻഫുള്ളാണ്, അത് നമുക്ക് അയാൾക്ക് സമ്മതിക്കേണ്ട ഒരു പെയിൻഫുള്ളാണ്. ഞാൻ മറ്റുള്ളവരെ എല്ലാവരും നല്ലവരായി ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ മാത്രം മ്ലേച്ഛനായി മോശക്കാരനായി അംഗീകരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവന് ഒരുപാട് സങ്കടം ഉണ്ടാവും. പക്ഷെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അവരെല്ലാവരും മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ അല്ല എന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ജാഗ്രത എന്ന് പറയുന്ന താഴ്ന്ന ബോധത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യനും ഈ മനുഷ്യൻ തന്നെ ആ മനുഷ്യൻ്റെ ജീവനിൽ തന്നെ ആ കൗശലങ്ങളെല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അതിനെ വെറുതെ ബോധം റീഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആരുടെയും കുറ്റമല്ല, ആരും മോശമായി ജനിക്കുന്നതല്ല, അല്ലെങ്കിൽ ആരുടെയും വിധിയല്ല അത്. അങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തി വെച്ചിരിക്കുന്നത്. വേറെ എന്തെല്ലാം തരത്തിൽ സൃഷ്ടിയെ സങ്കല്പിക്കാൻ വരുന്നു നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സങ്കല്പിക്കാതിരുന്നത്? കാര്യം നമ്മളല്ല സങ്കല്പിച്ചേക്കുന്നത്, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആ ഭാഗം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സംഭവിച്ചു നമുക്കിതെല്ലാം എന്നല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നോക്കുന്നത്. അതാണ് ബോധശാസ്ത്രം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒന്നിൻ്റെയും പിന്നെ കാരണങ്ങളിലേക്കല്ല നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ, അതല്ല, സംഭവിച്ചു പോയത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗമാണ് ഞാനീ പറഞ്ഞത്. ആദ്യം നമ്മളത് വേദനാജനകമാണെങ്കിൽ അത് അംഗീകരിക്കുക. നാം നമ്മെ തന്നെ മോശമായി അംഗീകരിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിലേക്കൊരു വെട്ടമടിക്കുക, ഒരു ടോർച്ചടിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ബോധപൂർവ്വം അത് അംഗീകരിച്ചു. ഞാൻ ശരിയല്ല, ഞാൻ കള്ളനാണ്, എൻ്റെ ഇഷ്ടംപോലെ കളവുണ്ട്, വഞ്ചനയുണ്ട്, സൂത്രങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് ഞാനങ്ങോട്ട് അംഗീകരിക്കുകയാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും സമ്മതിക്കില്ല. ശക്തനായൊരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഈ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തുറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ബോധ മനസ്സിലാണ് നമ്മളിത് അംഗീകരിക്കുന്നത്, ഞാനിതാണ്. അങ്ങനെ നമ്മൾ ആ ബോധ മനസ്സിലേക്ക് വെട്ടമടിച്ച് നമ്മൾ നോക്കുകയാണ്, എന്നിൽ ഇതൊക്കെ ഉണ്ട്, കളവൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ ആ വെട്ടത്തെ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് പതുക്കെ അതാണ് പറയുന്നത് സൂക്ഷ്മത എന്ന് പറയുന്നത്. ഞാൻ കള്ളനാണ്, ഞാൻ ഒരു സൂത്രക്കാരനാണെന്ന് മനസ്സിലാക്കാൻ സൂക്ഷ്മത വേണ്ട, ഒരു സൂക്ഷ്മത വേണ്ട. എനിക്കറിയാം
നമ്മൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും അതിനകത്തൊരു കളവുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് പലപ്പോഴും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോശക്കാരനാണെന്ന് കണ്ടുപിടിക്കാൻ സൂക്ഷ്മതയൊന്നും വേണ്ട. വെറുതെ ചുമ്മാ നോക്കിയാൽ മതി. വെറുതെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഞാനത് ശരിയല്ല. എന്നാൽ പിന്നെ ഒന്നുകൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് നോക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സാഹചര്യം വരുമ്പോഴും നമ്മൾ അവിടെ അൺഅവെയറായി പോകും. നമ്മൾ ആ സാഹചര്യത്തിൻ്റെ പിന്നെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മയോടൊപ്പം ഏകാന്തമായ സ്ഥലത്ത് ഇരിക്കരുതാണ് മനുസ്മൃതി പറഞ്ഞു. അപ്പോൾ മനു അത് എത്രയോ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് സ്വന്തം അമ്മയുടെ കൂടെ ഒരു പുരുഷൻ ഏകാന്തമായ സ്ഥലത്ത് ഇരിക്കരുതെന്ന്, ആ സാഹചര്യം നല്ലതല്ലാന്ന് കണ്ടോ. അപ്പം അത്രയും ഡ്രൈവ് അത് തന്നെ, അത്രയും നികൃഷ്ടമാണ് നിൻ്റെ മനസ്സ് എന്നാണ് പറഞ്ഞത്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ അമ്മയോടൊപ്പം നമ്മൾ ഏകാന്തമായ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും മോശമായി ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ ആ സിറ്റുവേഷൻ വരുന്ന ചെയ്തു പോകും എന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. ചില്ലറ കാര്യമില്ല, അത് വളരെ ഗഹനമായി മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അൺഅവെയറായി പോകാൻ സാധ്യതയുണ്ട്. നമ്മളൊരിക്കലും നമ്മുടെ അമ്മയോടൊപ്പം ഏകാന്തമായ സ്ഥലത്ത് പോയാൽ നമ്മൾ അമ്മയായിട്ട് തന്നെ കാണുള്ളൂ. പക്ഷെ അവിടെ വെച്ച് നിനക്കൊരു അൺഅവെയർനെസ് സംഭവിക്കാം. കാര്യം അൺഅവെയർനെസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ കൂടപ്പിറവിയാണ്. അവെയർനെസ്സാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. നമ്മുടെ ബുദ്ധിക്ക് അവെയറായി നിൽക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. മിനിറ്റുകളും സെക്കൻഡുകളെ പറ്റുള്ളൂ. നമുക്ക് അധികം നേരം അവെയറായി നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ അവെയർനെസ്സിനെ പിടിച്ചു നിർത്തണം. പർപ്പസ്ഫുള്ളായിട്ട് നിർബന്ധപൂർവ്വം നമ്മൾ കൂടെ നിർത്താം, വിടരുത്. അവെയർനെസ് പോകരുത്. ഒരു സാഹചര്യം വന്നൊരു നമുക്ക് എന്താ പറയുക, ഒരു നെഗറ്റീവായ സാഹചര്യം വന്ന് അവെയറായി നിൽക്കുക, ഇവിടെ ഞാൻ കുറ്റകൃത്യം ചെയ്തു പോകും ഞാൻ പാടില്ല, അവെയറായി നിന്നോ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ അപ്പോൾ അങ്ങനെ ആ അവെയർനെസ് കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുന്നത്? ഈ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് അടിക്കുന്നത്. പോകരുത്. അപ്പോൾ അങ്ങനെ വെട്ടൊടിച്ചുകൊണ്ട് നിന്നാൽ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വന്നപ്പം കാണും ഇതേ വരുന്നു, ഇതാണ് സോഴ്സ് കാണും. ഇവനാളെൻ്റെ ആൾ കണ്ട, ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അങ്ങനൊരു സംഭവം ഞാൻ എൻ്റെ മനസ്സിൻ്റെ അയലത്തുപോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഭാവന ചെയ്തിട്ടില്ല. കണ്ടോ, ഇപ്പോൾ എന്നെക്കൊണ്ട് ഭാവനയല്ല ചെയ്യിപ്പിക്കുന്നത്, ആ കൃത്യം ചെയ്യിപ്പിക്കാനുള്ള നോക്കണം. അല്ലാണ്ട് നാളെ ചെയ്യും എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം ചെയ്യും എന്നുള്ള അപ്പോൾ അങ്ങനെ ആ അവെയർനെസ്സിലൂടെ ആ ബോധ മനസ്സിലേക്ക് നമ്മൾ വെട്ടോടിക്കുമ്പോൾ നമുക്കത് കാണാൻ വരുന്നു സാധനം, വരുന്നു ആ വികാരം, തീർന്നു. അത് വരുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വരാൻ പറ്റുമല്ലോ. അവിടെയാണ് നമ്മുടെ വിജയം. വരുന്നു എന്ന് കണ്ടാൽ പിന്നെ ഇങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആ ഉപബോധ മനസ്സിനെ ജയിച്ചു. അത് നമ്മൾ വീണ്ടും ശക്തമാക്കുകയാണ് ആ അവെയർനെസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും അവെയറായി നിൽക്കുക. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അത് പിന്നെ ശ്രീവാസ് എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അതാണ് ഈ ഗുരുവിൻ്റെ കൂടെ നടന്നാൽ ഇതൊക്കെ മനസ്സിലാവണമെന്ന് പറഞ്ഞു. യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രീവാസ് എന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ഞാൻ സദാസമയവും ഇപ്പോൾ കാറിൽ യാത്രയാണ് വിചാരിക്കുക. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സദാസമയം ഈ സൈഡിലുള്ള ബോർഡുകളെ ഒച്ചത്തിൽ വായിച്ചുകൊണ്ടിരിക്കും. ആ ബോർഡുകളെ. അപ്പോൾ ആളുകൾ ഇതൊക്കെ ഇയാൾക്കത് വട്ടാണ്, ഇതെന്താണ് കാറിൽ ഈ രണ്ട് സൈഡിലുള്ള ബോർഡുകൾ ഇങ്ങനെ ചുമ്മാ വായിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ സംഭവം എന്നറിയാം, എന്തിനാണ് ഞാനത് ചെയ്യണമെന്നറിയാം. കാരണം ഞാൻ ആ വണ്ടി മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെയാണുള്ളത്. അവിടെ ഉണ്ടായിരിക്കണമെങ്കിൽ ഞാനിത് വായിച്ചിരിക്കണം. ഇത് വായിക്കാതെ ഞാൻ വെറുതെ നോക്കിയാൽ ആ ചിത്രം എന്നെ പലയിടത്തും കൊണ്ടുപോകും. വേറെ ചിത്രം അവിടെയുണ്ട്, നമ്മളവിടെ ചിത്രം നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മളെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ വളരെ വൈൽഡ് ചിന്താഗതി എന്ന് പറയില്ലേ നമ്മൾ, അതിനകത്തേക്ക് അങ്ങോട്ട് പോകും. നമ്മൾ അതങ്ങനെ പോകും. അതേസമയം ഞാനത് വായിച്ചിട്ട് പിന്നെ അടുത്ത കാർ ഇത്തിരി നീങ്ങുമ്പോൾ അടുത്ത ബോർഡ് വന്നില്ലേ, അത് ഞാൻ വായിക്കും. സാധാരണത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ, പിന്നെ നമ്മൾ അടുത്ത ബോർഡ് കാണുന്നില്ല, നമ്മളവിടെ ഇല്ല.
ഇതൊരു തന്ത്രമാണ്, ഞാൻ ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ കാറിനകത്ത് എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാവും, റോട്ടിൽ തന്നെ നോക്കിയത്. ഞാനിപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്യുന്നു, ഞാനാണ് സത്യത്തിൽ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഇവർ കാണാത്ത കുഴികളും ഇവർ കാണാത്ത കമ്പനി ഞാൻ കാണും. കാരണം ഞാൻ ഒരിടത്തും പോയിട്ടില്ല, പക്ഷേ ഇവരിങ്ങനെ പോകും, അങ്ങോട്ടൊക്കെ പോകും, മനസ്സിലായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ അവെയർനെസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ചില തന്ത്രങ്ങൾ ബ്രെയിനിൽ നമ്മൾ ആലോചിക്കും, എങ്ങനെ ഇതിനെ നമ്മുടെ കൂടെ നിർത്താം. അതിലൊരു തന്ത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മളിതിങ്ങനെ പരിസരം എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ എന്താ നടക്കണം, ഇവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുക, ഇവരെ കണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ, അവരൊന്നും അവിടെ ഇല്ല, അവരൊക്കെ വേറെ ലോകത്താണ്, എന്തൊക്കെയോ ചിന്തിക്കുന്നത്. ഇതോടെ ജസ്റ്റ് ഒന്ന് കണ്ടോളി ചതിഞ്ഞിട്ട് ഇപ്പം തന്നെ കാണാം, ആരും ഇല്ല ഇവിടെ, എല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കും. പക്ഷേ ഞാനെപ്പോഴും അവിടെ ഉണ്ടാകാൻ ശ്രമിക്കുക, എവിടെയാണുള്ളത് അവിടെയാണ് ഉണ്ടാകാൻ ശ്രമിക്കുക. ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് ശ്രമിക്കുമ്പോൾ കിട്ടും എന്നുള്ള അർത്ഥം വരുന്നില്ല കേട്ടോ. നമ്മൾ ശ്രമിക്കുമ്പോൾ അതങ്ങനെ ആവുമെന്ന് വിചാരിക്കരുത്. നമ്മളങ്ങനെ ശ്രമിച്ച് മനസ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യുന്നതാണ്. ഞാൻ പ്രസൻറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിനൊരിക്കലും പ്രസൻറ്റിൽ നിൽക്കാനുള്ള കഴിവില്ല. മനസ്സൊന്നില്ലേ പാസ്റ്റിൽ നിൽക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിൽക്കും. അതാണ് പ്രശ്നം. മനസ്സിനൊരിക്കലും പ്രസൻറ്റിൽ നിൽക്കാൻ പറ്റില്ല. മനസ്സ് പ്രസൻറ്റ് വന്നാൽ മനസ്സ് പോയി. പ്രസൻറ്റിൽ മനസ്സ് നിന്നാൽ മനസ്സിനില്ല, മനസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫ്യൂച്ചറിനും നടുക്ക് ഫാസ്റ്റും അല്ല ഫ്യൂച്ചർ. ഇപ്പം എന്താ നടക്കുന്നത്, ക്യാമറ ഇരിക്കുന്നത്, അല്ല നമ്മളോട് സംസാരിക്കുന്നു, ഇതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിനെ കുറിച്ചോ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അട്ടപ്പാടിയെ കുറിച്ചോ വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. എൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം, ഇവിടെ ഇരിക്കണം, അത്രയേ ഉള്ളൂ കാര്യം. നല്ല കാറ്റാണ്, സുഖമായിട്ട് കാറ്റും കൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രസൻറ്റിൽ നിൽക്കാൻ വേണ്ടി ബോധത്തെ നമ്മൾ പർപ്പസ്ഫുൾ പിടിച്ചു നിർത്തുകയാണ്. അതിന് നമ്മൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ബോർഡ് വായിക്കാതെ അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ അവെയർനെസ് വർദ്ധിക്കാൻ തുടങ്ങും. വർദ്ധിച്ച് അത് അൺകോൺഷ്യസ്നെസ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വെളിച്ചത്തിലായി. എന്നുവെച്ചാൽ പാസ്റ്റ് ഒന്നും നമ്മളെ ബാധിക്കില്ല. ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ പാസ്റ്റ് കിടക്കുന്നത് പലപ്പോഴും, മനസ്സിലായില്ലേ? കാരണം നമ്മൾ എന്താ പറയുക, നമുക്കുണ്ടായ വേദനകൾ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ ഇരുട്ടിൽ പറഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ അവസരങ്ങൾ വരുമ്പോൾ മാത്രമേ അതൊക്കെ ചാടി പുറത്തു വരുള്ളൂ. അപ്പോഴാണ് നമ്മളതൊക്കെ ചെയ്തു പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കൊണ്ട് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നാക്കായി മാറും. പിന്നെ നമ്മൾ വേറെ അങ്ങനെ ശ്രമിക്കണ്ട, അത് പിന്നെ തനിയെ വന്നു. പിന്നെ നമ്മൾ വണ്ടി കയറുക, നമ്മൾ തനിയെ വായിച്ചോളൂ. നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ആ വെളിച്ചം വന്നില്ല അവിടെ. നമ്മുടെ മനസ്സിൻ്റെ ആ ഇരുട്ടേറിയ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയപ്പോൾ കംപ്ലീറ്റ് വെളിച്ചമായി. ഈ മനസ്സിൽ വെളിച്ചം മുഴുവനായി കഴിഞ്ഞാൽ അവിടെ മനസ്സിൻ്റെ പിന്നെ അവിടെ ആരാളുള്ളത്? ബോധമാണ് വെളിച്ചം എന്ന് പറഞ്ഞത്. ബോധത്തെയാണ് നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞത്. ഇരുട്ടേറിയ ഭാഗത്തെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ശുദ്ധബോധത്തിന് അത്രയും വെളിച്ചമുള്ളതൊന്നുമല്ല. കുറച്ച് പ്രകാശം ഉണ്ടെന്നേ ഉള്ളൂ അതിനകത്ത്. കലർപ്പുണ്ട്, അതല്ല പറഞ്ഞാൽ ഞാൻ മനസ്സിലായി. അതിനേക്കാൾ കുറച്ചുകൂടി ഇരുട്ടായിരിക്കും സബ്, അതിനേക്കാൾ കൂടുതൽ ഇരുട്ടായിരിക്കും അൺകോൺഷ്യസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നിലേക്ക് നമ്മൾ ഈ അവയർനെസ് കൊണ്ട് നമ്മൾ വെട്ടമടിച്ച് കഴിയുമ്പോൾ ഇത് മൂന്നും ശുദ്ധബോധമായിട്ട് മാറുകയാണ്. പിന്നെ സാരമില്ല, പിന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കത് നാക്കായി, മനസ്സിലായി. അപ്പോൾ നമ്മുടെ ബോധം ഉയർന്നു മാത്രം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതും നമ്മൾ ഇതിനെ ഓവർകം ചെയ്യേണ്ടത്. എങ്ങനെ നമുക്ക് അതിജീവിക്കാം ഇതിന്. ഇങ്ങനെ അതായത് എന്താണ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതും, അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നതും, ഇത് രണ്ടും ഇതോടുകൂടി അവസാനിക്കും. പിന്നെ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമ്മൾ കൃത്യമായി ചെയ്തിരിക്കും. അതിനകത്തേക്ക് വേറൊരു അൺനോൺ ഫാക്ടർ കാര്യങ്ങൾ വരില്ല. നമ്മളെ കൊണ്ട് അതായത് ഞാൻ തീരുമാനിച്ചത് ചെയ്യണം, ഞാൻ ചെയ്തിരിക്കും. ഞാൻ തീരുമാനിച്ച തലത്തിൽ നിന്നുള്ളൊരു ഇടപെടലുണ്ടാവും. ഈ അറിയാത്ത തലത്തിൽ നിന്ന് വരുന്ന ഇടപെടലുള്ളതുകൊണ്ടാണ് മനുഷ്യരൊക്കെ ദൈവവിശ്വാസികളും പിന്നെ ചെറുത്താൻ വിശ്വാസികളൊക്കെ ആയി പോയത്. കാരണം അവർക്ക് കാരണം പല മനുഷ്യർ ഞാൻ പറഞ്ഞില്ലേ, ബോധം എന്ന് പറയുന്നത് അത് തിരിച്ചറിവാണ്. അതിന് കാര്യങ്ങൾ നന്നായി തിരിച്ചറിയാം, എന്താണ് ശരി ഏതാണ് തെറ്റെന്ന് അത് നന്നായിട്ടറിയാം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ പറ്റിക്കുക, അതാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. മനസ്സെപ്പോഴും സാക്ഷി എപ്പോഴും ശുദ്ധമാണ്.
സാക്ഷിക്ക് തെറ്റുപറ്റൊന്നുമില്ല. സാക്ഷിക്ക് അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യമേ മനസ്സാക്ഷി പറയും ചെയ്യില്ല കേട്ടോ, ചെയ്യില്ല, ഇത് കുഴപ്പത്തിലേക്ക് പോവേ, നീ ചെയ്യും. പക്ഷെ നമ്മൾ കേൾക്കൂല. നമ്മൾ അഡമൻ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കും, ആ വേദന അതിജീവിച്ച് നമ്മൾ ചെയ്തിരിക്കും. അതാണ്. അപ്പോൾ അതേ വാശി, അതേ ഡിറ്റർമിനേഷൻ ബോധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായി. ഇത് അബോധത്തിലാണ് ഇവർ പിന്നെ ദുർവാശി കാണിക്കുന്നത്. അവിടെയാണ് ആ പ്രശ്നം. ആ ദുർവാശിയാണ് അവനെ ജയിലിൽ കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ അവനെ കുറ്റകൃത്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. അതൊരു ദുർവാശി തന്നെയാണ്. അത് അബോധത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മനസ്സിൻ്റെ ഈ ഒരു പ്രത്യേകത നമുക്കിങ്ങനെ അതിജീവിക്കാം. ആദ്യം ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെക്കുറിച്ച് ഉള്ള അതായത് നമ്മളെല്ലാവരും ഞാൻ നല്ലവൻ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉണ്ട്. ഉള്ളിലിരുന്ന ഒരാൾ പറയുന്നത് ഞാൻ നല്ലവനാണ്, മറ്റുള്ളവർ ചീത്ത ആൾക്കാരാണ്, മറ്റുള്ളവരിലാണ് നമ്മളെല്ലാം കുറ്റം കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പരസ്യമായിട്ട് പലരും പറയുന്നില്ലേ, അത് ആ പെൺകുട്ടിയുടെ മിസ്റ്റേക്കാണ്. കണ്ടോ, പുറത്തേക്കാണ് കണ്ണാടി തിരിച്ചു. അത് അയാളുടെ കുഴപ്പമില്ല. ആ പെൺകുട്ടി ആ രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് അയാളുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ്. കണ്ടോ, പോയ പോക്കണ്ട. അപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു. ഈ മനസ്സ് രക്ഷപ്പെട്ടു. പെൺകുട്ടിയാണ് കുഴപ്പക്കാരൻ. ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.